നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ദോഹയിൽ ഇസ്രായേലിന്റെ ആക്രമണം, ലക്ഷ്യം ഹമാസ് നേതാക്കളെയെന്ന് വിശദീകരണം. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ ആക്രമണം. ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ഖത്താറ പ്രവിശ്യയിലായിരുന്നു ആക്രമണം. ഉഗ്രശബ്ദങ്ങൾ കേട്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഹമാസിന്റെ മുൻനിര നേതാക്കൾ ഉൾപ്പെടെ 35 പേരോളം കൊല്ലപ്പെട്ടതായും വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുണ്ട്. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഗാസ വെടിനിർത്തൽ ചർച്ചകൾക്കിടെയാണ് ആക്രമണം നടന്നത്. ഇസ്രായേൽ ആക്രമണത്തെ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. ഇസ്രായേൽ ആക്രമണത്തെ ക്രിമിനൽ പ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച ഖത്തർ വിദേശകാര്യ മന്ത്രാലയം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും നഗ്നമായ നിയമലംഘനമാണെന്ന് അപലപിച്ചു. ഹമാസ് നേതാക്കൾ ഒത്തുകൂടിയ ഒരു കെട്ടിടം ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. ഒക്ടോബർ 7 ആക്രമണത്തിന് നേരിട്ട് ഉത്തരവാദികളായ ഹമാസ് നേതാക്കളെയാണ് ലക്ഷ്യമിട്ടതെന്നും അറിയിച്ചു. ഇസ്രായേലിന്റെ പ്രധാന രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബെറ്റിന്റെ സഹായത്തോടെയായിരുന്നു ആക്രമണം.